കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച വരെ തുടരും. ലോക നേതാക്കളെയും രാഷ്ട്ര തലവന്മാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാനെത്തും. ശനിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കുക. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ജോസ്മോൻ കമ്മട്ടിൽ ചേരുന്നു. ജോസ്മോൻ, എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? ഹലോ ഹലോ ജോസ്മോൻ, കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ജോസ്മോൻ, എന്താണിപ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? എന്താണ് നിലവിലെ സാഹചര്യം? തിങ്കളാഴ്ച രാവിലെ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ പൊതുദർശനത്തിന് വിളിച്ച് ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ പൊതുദർശനം ഇന്ന് രാവിലെ വെറും 1.5 മണിക്കൂർ മാത്രമാണ് ബസിലിക്ക അടച്ചിട്ടത്. കാരണം ഇന്നലെ രാത്രി 12 മണി വരെയാണ് വത്തിക്കാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആൾക്കാരുടെ ജനബാഹുല്യം കാരണം ആദ്യം 3 മണി വരെ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ രാവിലെ 5:30 മണി വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം 7 മണിക്ക് വീണ്ടും തുറന്നു. കാരണം ബസിലിക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടി 1.5 മണിക്കൂർ മാത്രം ഒഴിവാക്കി. അതിനുശേഷം വീണ്ടും 7 മണിക്ക് തുറന്നു. ഇപ്പോഴും വളരെയധികം ജനങ്ങൾ മാർപ്പാപ്പയെ കണ്ട് പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് വത്തിക്കാൻ സ്ക്വയറിലേക്ക് പോലും വിശ്വാസികളെയും മറ്റുള്ളവരെയും കയറ്റിവിടുന്നത്. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഇങ്ങോട്ട് എത്തുന്നു. ഇന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വളരെയധികം ജനങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മാതൃ രാജ്യമായ അർജന്റീനയിൽ നിന്നും വളരെയധികം വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് പൊതുദർശനം. അതിനുശേഷം ശവമഞ്ചം അടയ്ക്കുവാനായി അതിന്റെ ക്രമീകരണം ചെയ്യേണ്ടതുണ്ട്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ശവസംസ്കാര കർമ്മങ്ങൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തന്നെ ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ കർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം വത്തിക്കാൻ ബസിലിക്കയ്ക്ക് ഒന്നുകൂടെ കൊണ്ടുപോയി വീണ്ടും അവിടെ നിന്നാണ് മരിയ മെജോറെ ബസിലിക്കയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. ഇപ്പോഴും വളരെയധികം ജനങ്ങൾ ഇവിടെ അദ്ദേഹത്തിനെ കാണുവാനായി കാത്തിരിക്കുന്നു. വത്തിക്കാന്റെയും ഇറ്റാലിയൻ പോലീസിന്റെയും അവർ പുറത്തുവിട്ട വിവരം അനുസരിച്ച് വത്തിക്കാൻ സ്ക്വയറിൽ 5 ലക്ഷം പേരും വത്തിക്കാൻ സ്ക്വയറിന് വെളിയിൽ 6 ലക്ഷം പേരും, അങ്ങനെ 11 ലക്ഷം ആൾക്കാരെയാണ് ഈ മരണാനന്തര കർമ്മങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ, വളരെ കർക്കശമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ് ജോസ്മോൻ. വത്തിക്കാനിൽ നിന്നും ജോസ്മോൻ കമ്മട്ടിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.